ഹായ് ഫ്രണ്ട്സ്, ജൂൺ 25 ഇനി മുതൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുമ്പോൾ പോലും അടിയന്തരാവസ്ഥ ഓർമ്മ ദിനം തന്നെ ലക്ഷ്യം. ബെസ്റ്റേ. അങ്ങനെ ഓർമ്മിക്കാനാണെങ്കിൽ എത്രയോ ദിനങ്ങൾ ഇന്ത്യയിലേക്കുണ്ട്. ഒരു സംശയവും വേണ്ട, ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അടിയന്തരാവസ്ഥയും അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും. പക്ഷേ അങ്ങനെ ഓർമ്മിക്കാനാണെങ്കിൽ എത്രയെത്ര ദിനങ്ങളുണ്ട്. അവയെല്ലാം ഓർമ്മ ദിനങ്ങളെ ആചരിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന്, ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പഞ്ചാബിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു. കോൺഗ്രസുകാർ മുൻകൈയെടുത്താണ് കൂട്ടക്കൊല പോലെ നടന്നത്. അത് തീർച്ചയായും ഓർമ്മിക്കേണ്ട ദിവസമാണ്. അതുപോലെ ബാബറി മസ്ജിദ് തകർത്ത ഡിസംബർ 6 മറക്കാൻ പറ്റുമോ? ഓർമ്മദിനം വേണം, തീർച്ചയായും വേണം. ഗുജറാത്ത് കൂട്ടക്കൊല എങ്ങനെ മറക്കാനാവും? തീർച്ചയായും ഗുജറാത്ത് കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച ഒന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയോ ദിനങ്ങൾ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന, മറക്കേണ്ടുന്ന എത്രയോ ദിനങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെ, ചരിത്രം ഓർമ്മിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ചരിത്രത്തിന്റെ തടവുപുള്ളികളാകരുത്, പ്രിസണേഴ്സ് ഓഫ് ഹിസ്റ്ററി. അതാണ് നമ്മൾ ഓർക്കേണ്ട പ്രധാനമായ കാര്യം. ശരിയാവട്ടെ തെറ്റാവട്ടെ, കഴിഞ്ഞതിനെ കഴിഞ്ഞതായി കണക്കാക്കുക, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഇന്നും ഏതൊരു സായാഹ്ന ചർച്ചയിൽ വന്നാലും BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഏറ്റുമുട്ടാനുള്ള പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സവർക്കർ ദേശസ്നേഹിയാണോ കുറ്റവാളിയാണോ എന്നുള്ളതാണ്. ദേശദ്രോഹിയാവട്ടെ ദേശസ്നേഹിയാവട്ടെ, അതൊക്കെ കഴിഞ്ഞ അധ്യായമാണ്. അതിനെപ്പറ്റി വീണ്ടും ഓർമ്മിച്ച് അതിന് ചർവണം നടത്തി വെറുതെ ആളുകളുടെ മനസ്സിൽ വിദ്വേഷം പരത്താം എന്നുള്ളതല്ലാതെ ക്രിയാത്മകമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെയാണ് അടിയന്തരാവസ്ഥയുടെ ഓർമ്മ ദിനവും. അത് കോൺഗ്രസ്സുകാർക്കെതിരെ അടിക്കാൻ ഒരു വടിയായിട്ട് BJP ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും അതെ, അത് തന്നെയാണ് അതിന്റെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിനെ അടവ് നയമെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ 1975 നടന്ന ആ സംഭവത്തെ പറ്റി ഓർമ്മിപ്പിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. വെറും ഒരു വാഴുവേല, അത്ര തന്നെ.